കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ വടക്കേക്കോട്ട മലവാരത്തിൽ കണ്ടെത്തിയ അഴുകിയ മനുഷ്യജടം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരുളായി വനം റേഞ്ചിന് കീഴിലെ അമരമലം പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന അച്ചനള ചോലനായ്ക്ക ആദിവാസി സങ്കേതത്തോട് ചേർന്നുള്ള വലിയച്ചൻ തോടിന് സമീപത്തെ പുല്ലട്ടിക്കുന്നിലാണ് 1 മാസത്തോളം പഴക്കമുള്ള ജഡം ചൊവ്വാഴ്ച വനപാലകർ കണ്ടെത്തിയത്. അച്ചനളയിലെ ആദിവാസിയായ പുരുഷന്റെ ജഡമാണെന്നാണ് നിഗമനം. വനം വകുപ്പിന്റെ കടുവ സെൻസസിന്റെ ഭാഗമായി ക്യാമറകൾ സ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘമാണ് ജഡം കണ്ടത്. ഉൾവനത്തിനുള്ളിൽ നിന്നും തിരിച്ചെത്തിയ വനപാലകരാണ് വിവരം ഉന്നതാധികൃതരെ അറിയിച്ചത്. ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ജഡം അഴുകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടെ റവന്യൂ, പോലീസ്, വനം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. നിലമ്പൂർ തഹസിൽദാർ വിനോദ് കുമാർ, പുകടുംബടം പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ നടത്തിയത്. ഫോറൻസിക് യൂണിറ്റിലെ സയന്റിഫിക് ഓഫീസർ ഇസാക്ക്, ഫിംഗർ പ്രിന്റ് യൂണിറ്റിലെ ഫിംഗർ റിസർച്ച് ഓഫീസർ നൂറുദ്ദീൻ, പോലീസ് ഫോട്ടോഗ്രാഫർ വിമൽ എന്നിവർ സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിച്ച ജഡം പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഇതിനുശേഷം മാത്രമേ മരണകാരണം ഉൾപ്പെടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. പുകോടുംപാടം എസ് ഐ ദിനേഷ് കുമാർ, നെടുങ്കയം, ചക്കിക്കുടി ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ റിയാദ്, ബിനീഷ് എന്നിവരും ITDB, പോലീസ്, റവന്യൂ, വനം വകുപ്പുകളിലെ മറ്റു ജീവനക്കാരും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗം ഷബീർ അലിയും സംഘത്തിലുണ്ടായിരുന്നു. കാൽനടയായി ഉൾക്കാട്ടിലൂടെ 1 മണിക്കൂറോളം നടന്നാണ് സംഭവസ്ഥലത്ത് സംഘമെത്തിയത്. മൃതദേഹാവശിഷ്ടങ്ങൾ ചുമന്നാണ് ആംബുലൻസിലെത്തിച്ചത്. ന്യൂസ് നൗ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.